സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ തിളച്ച വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് 2 കപ്പ് പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെന്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു 1/4 കപ്പ് വെള്ളം അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഒരു പാന് സ്റ്റൗവിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളിയും ഒരു 4 വെളുത്തുള്ളി അല്ലിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഫ്ലെയിം ഓഫാക്കി ചൂടാറി വന്നതിന് ശേഷം മിക്സിയുടെ ജാർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബട്ടറും ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ 1/2 ടീസ്പൂൺ ഒറിഗാനോയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പാകത്തിനുള്ള ഉപ്പും പിന്നെ ആവശ്യത്തിന് ഫ്രഷ് ക്രീമും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ ആ ഒരു പാസ്ത വേവിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്ന വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ നമ്മുടെ റെഡ് സോസ് പാസ്ത റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.